ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചാലോ എന്ന് തോന്നിപ്പോയി കേട്ടോ. കാരണം ഇത് കറിക്ക് കുറഞ്ഞ ചിക്കനാണ്. അപ്പോഴാണ് തോന്നിയത് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന്. എന്നാൽ പിന്നെ എന്താ ചെയ്യുക, ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതൽ അലങ്കാര വർണ്ണനകളൊന്നും ഉണ്ടാവില്ല, ഒരു സാധാരണ പാവം ചിക്കൻ ബിരിയാണി. അപ്പോൾ അതാ കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ബിരിയാണി മസാല എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കട്ടത്തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഓയിൽ കുറവാണെന്ന് തോന്നി. സൺഫ്ലവർ ഓയിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടി യൂസ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കറിക്ക് കൊടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത് ചെറിയ പീസാണ്. പിന്നെ നിങ്ങൾ അതിനകത്ത് 2 ലെഗ് പീസും കാണുന്നുണ്ടാവും. ആ ലെഗ് പീസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് അത് ഇങ്ങോട്ട് മാറ്റിയെടുക്കും കേട്ടോ, ഒരു പകുതി വേവാകുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമ്മളൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കുന്നു. ഒരു പകുതി വേവ് ഇപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നു. റൈസിനുള്ള വെള്ളമാണ്. സ്പൈസസും ക്യാരറ്റും നാരങ്ങാനീരും സൺഫ്ലവർ ഓയിലും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. റൈസും നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ആ ലെഗ് പീസും നമ്മളിങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലെഗ് പീസ് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തു. ചിക്കൻ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കെ ഒന്ന് സെറ്റായി. അരി വെന്തെന്ന് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ നാരങ്ങയുടെ തൊണ്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കയ്പ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാ ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാണ്. നമ്മൾ മാറ്റി വെച്ച ഗ്രേവി, മല്ലിച്ചപ്പ്, പുതിന, കുറച്ചും കൂടി ബിരിയാണി മസാല, പിന്നെ കുറച്ചും കൂടി നെയ്യും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഭാരം കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലോ സിമ്മിലിടുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലെഗ് പീസസ് ആണ് കേട്ടോ അത്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ജീരകപ്പൊടിയും കൂടിയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ദാ നമ്മുടെ ചിക്കൻ ദം പൊട്ടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല വിട്ട് നല്ല മണം വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം തോന്നിയാൽ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചാൽ മതി. എപ്പോഴും നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിട്ട് ഉള്ളിയൊക്കെ വറുത്തിട്ട് വെക്കണം എന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ലഞ്ച് ടൈം.